ഹലോ ഫ്രണ്ട്സ്, ഇത് നമ്മൾ ബയോകെമിസ്ട്രിയിലെ പ്യൂരിൻ കാറ്റബോളിസം എന്നുള്ള ടോപ്പിക്കാണ് നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ഓൾ ആർ ദ പ്യൂരിൻസ്? Purine includes adenine, guanine. Then what are the purine nucleotide? They are adenosine monophosphate or adenosine monophosphate, that is AMP, and guanosine monophosphate, that is GMP. So to the degradation of purine nucleotide, the degradation of the purine nucleotide takes place mainly in the liver, and the end product is uric acid, or we can call it as urate. അപ്പം ഈ ഡീഗ്രഡേഷൻ പ്രോസസ്സിൽ കുറേ സീക്വൻഷ്യൽ സ്റ്റെപ്സ് ഉണ്ട്, വിച്ച് ഇൻക്ലൂഡ്സ് ഡീഅമിനേഷൻ, റിമൂവൽ ഓഫ് റൈബോസ് 1-phosphate ആൻഡ് 2 successive oxidation. സോ ഏതൊക്കെയാണ് ഇത്? ഈ ഓർഡറിൽ എന്ന് വെച്ചാൽ ഡീഅമിനേഷൻ കഴിഞ്ഞിട്ട് ആ കോമ്പൗണ്ടിന് ഒരു റൈബോസ് 1-phosphate റിമൂവ് ചെയ്യും, പിന്നെ അതിന് സക്സസീവ് ഓക്സിഡേഷൻ സംഭവിക്കും. സോ പ്യൂരിൻ ന്യൂക്ലിയോസൈഡ് പ്യൂരിൻ ന്യൂക്ലിയോടൈഡ്സ് അല്ലെങ്കിൽ പ്യൂരിൻസ് ഒക്കെ ഇതേ പാത്വേ ഫോളോ ചെയ്തിട്ടാണ് യൂറിക് ആസിഡ് ഫോം ചെയ്യുക. ദെൻ ദി ഓക്സിഡേഷൻ സ്റ്റെപ്പ്, നമ്മൾ ലാസ്റ്റ് പറഞ്ഞ 2 ഓക്സിഡേഷൻ സ്റ്റെപ്പ് ഉണ്ട്. ഈ 2 ഓക്സിഡേഷൻ സ്റ്റെപ്പും മീഡിയേറ്റ് ചെയ്യുന്നത് സാന്തൈൻ ഓക്സിഡേസ് എന്ന് പറഞ്ഞ എൻസൈമാണ്. And xanthine oxidase is a metalloflavoprotein containing FAD, molybdenum and iron. പിന്നെ ഈ 2 ഓക്സിഡേഷൻ്റെയും ബൈ പ്രോഡക്റ്റായി നമുക്ക് കിട്ടുന്നത് ഒരു ഫ്രീ റാഡിക്കലാണ്, ദാറ്റ് ഈസ് ഹൈഡ്രജൻ പെറോക്സൈഡ് ആസ് എ ബൈ പ്രോഡക്റ്റ്. സോ നമുക്കിനി സ്റ്റെപ്പിലേക്ക് നോക്കാം, സ്റ്റെപ്സ് ഓഫ് ഡീഗ്രഡേഷൻ ഓഫ് പ്യൂരിൻ. സോ ഫസ്റ്റ് അഡിനോസിൻ മോണോഫോസ്ഫേറ്റ്. സോ അതിന് റൈറ്റ് സൈഡിൽ കാണുന്നതാണ് അതിൻ്റെ കെമിക്കൽ ഒരു സ്ട്രക്ചർ. സോ ഇതിൽ ഫസ്റ്റത്തെ റിങ്ങിലൊരു അമിനോ ഗ്രൂപ്പ് ഉണ്ട്. സെക്കൻഡ് ഒരു സെക്കൻഡ് റിങ്ങിൽ ഒരു റൈബോസ് ഫോസ്ഫേറ്റ് ഉണ്ട്. സോ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ പറഞ്ഞത്? ഡീഅമിനേഷനാണ്. സോ അഡിനോസിൻ മോണോഫോസ്ഫേറ്റിന്ന് അമിനോ ഗ്രൂപ്പ് നമ്മൾ റിമൂവ് ചെയ്യുകയാണെങ്കിൽ അയനോസിൻ മോണോഫോസ്ഫേറ്റ്, അതായത് അഡിനോസിൻ്റെ അവിടെ NH2 പകരം ഡബിൾ ബോണ്ട് O വരും, അപ്പം അയനോസിൻ മോണോഫോസ്ഫേറ്റ്. ഈ കോമ്പൗണ്ട് നമ്മൾ ഫോസ്ഫോ മോണോ എസ്റ്ററേസ് ഇതിൽ നിന്നുള്ള ഒരു 1 ഫോസ്ഫേറ്റിനെ റിമൂവ് ചെയ്യും, അപ്പം അത് അയനോസിനാവും. സോ ദിസ് അയനോസിൻ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ നമ്മൾ പറഞ്ഞത്? റൈബോസ് 1-phosphate റിമൂവ് ചെയ്യുക. അപ്പം അതിനെ ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമാണ് പ്യൂരിൻ ന്യൂക്ലിയോസൈഡ് ഫോസ്ഫോറൈലേസ് എന്ന് പറയുന്ന എൻസൈം. അപ്പം അതിന് റൈബോസ് 1-phosphate റിമൂവ് ചെയ്യും. അപ്പോൾ ഈ കോമ്പൗണ്ടിന് റൈബോസ് 1-phosphate റിമൂവ് ചെയ്യുമ്പം അയനോസിൻ ഹൈപ്പോക്സാന്തൈനാക്കി മാറ്റും. അപ്പം ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു, ഡീഅമിനേഷൻ കഴിഞ്ഞു. സെക്കൻഡ് സ്റ്റെപ്പായ റൈബോസ് 1-phosphate റിമൂവ് ചെയ്തു. ഇനി 2 ഓക്സിഡേഷൻ. സോ അതിനെ ഹെൽപ്പ് ചെയ്യുന്ന എൻസൈം ഏതാ? സാന്തൈൻ ഓക്സിഡേസ്. സോ ഹൈപ്പോക്സാന്തൈൻ സാന്തൈൻ ഓക്സിഡേസ് വഴി സാന്തൈനാവും. ആ സാന്തൈൻ വീണ്ടും സാന്തൈൻ ഓക്സിഡേസ് വഴി യൂറിക് ആസിഡ് ആവും. സോ ഇതാണ് AMP യൂറിക് ആസിഡ് ഉണ്ടാവുന്ന വഴി. ഇനി AMP അല്ലാതെ അഡിനോസിൻ, ജസ്റ്റ് അഡിനിൻ പ്ലസ് റൈബോസ് ഷുഗർ, അത് എന്ന് വെച്ചാൽ ഈ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഇവിടെ ഇല്ല. അപ്പം എന്താ മെക്കാനിസം നോക്കുക? അഡിനോസിൻ ഡീഅമിനേസ് ADA എന്ന് പറയും ഈ എൻസൈം.
അഡിനോസിൻ ഡിഅമിനേസ് എന്ന് പറഞ്ഞ എൻസൈം വഴി ഡയറക്റ്റായിട്ട് എന്ന് വെച്ചാൽ ഈ ഫോസ്ഫേറ്റ് കളയേണ്ട സ്റ്റെപ്പിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഡയറക്റ്റായിട്ട് അയനോസിനാവും. അപ്പോൾ ഈ അയനോസിൽ നിന്ന് വീണ്ടും തിരിച്ച് ഒരു റൈബോസ് 1 ഫോസ്ഫേറ്റ് കളഞ്ഞിട്ട് ഹൈപ്പോക്സാൻതൈനാവും. അത് സാന്തൈൻ ഓക്സിഡേസ് വഴി സാന്തൈനാവും. പിന്നെ അത് വീണ്ടും ഓക്സിഡേഷൻ വഴി യൂറിക് ആസിഡ് ആവും. അപ്പോൾ ഇതാണ് അഡിനോസിൻ മോണോഫോസ്ഫേറ്റ് എന്നുള്ളത്. അപ്പോൾ ഇനിയുള്ളത് ഗ്വാനോസിനാണ്. ഗ്വാനോസിൻ മോണോഫോസ്ഫേറ്റ് എന്നല്ല, ഗ്വാനോസിൻ തന്നെ 2 മെത്തേഡ് വഴി നമുക്ക് ഈ പാത്വേയിലേക്ക് എൻ്റർ ചെയ്യാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഗ്വാനോസിനെ സാന്തോസിനാക്കുന്ന എന്ന് വെച്ചാൽ ഗ്വാനോസിനെ ഗ്വാനേസ് വഴിച്ചിട്ട് അതിൻ്റെ അമിനോ ആസിഡ് കളഞ്ഞാൽ സാന്തോസിനാവും ഡയറക്റ്റായിട്ട്. ഇനി ആ സാന്തോസിനെ നമുക്ക് സാന്തൈനാക്കി മാറ്റിയാൽ മതി. അപ്പോൾ സാന്തോസിൻ എന്ന് പറയുന്നത് സാന്തൈൻ പ്ലസ് അതിൻ്റെ കൂടെ ഒരു റൈബോസ് 1 ഫോസ്ഫേറ്റ് ഉണ്ട്. അപ്പോൾ ആ റൈബോസ് 1 ഫോസ്ഫേറ്റിനെ കളഞ്ഞാൽ നമുക്ക് സാന്തൈൻ കിട്ടും. അപ്പോൾ സാന്തോസിന് റൈബോസ് 1 ഫോസ്ഫേറ്റ് കളയാം. അപ്പോൾ അതിന് റൈബോസ് 1 ഫോസ്ഫേറ്റ് കളയുമ്പോൾ നമുക്ക് സാന്തൈൻ കിട്ടും. അപ്പം ഗ്വാനോസിൻ അങ്ങനെ ഈ പാത്വേയിലേക്ക് എൻ്റർ ചെയ്യും. ഓർ അതർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഗ്വാനോസിനെ പ്യൂരിൻ ന്യൂക്ലിയോസൈഡ് റൈബോസ് ഫോസ്ഫോറിലേസ് വഴി ആദ്യം നമ്മൾ റൈബോസ് 1 ഫോസ്ഫേറ്റിനെ കളയും. അപ്പോൾ ഗ്വാനോസിൻ എന്ത് ചെയ്യും? ഗ്വാനോസിൻ എന്ന് പറഞ്ഞാൽ ഗ്വാനിൻ പ്ലസ് റൈബോസ് 1 ഫോസ്ഫേറ്റ് പ്ലസ് ഫോസ്ഫേറ്റാണ്, അല്ലെങ്കിൽ ഗ്വാനിൻ പ്ലസ് റൈബോസ് ഷുഗർ പ്ലസ് ഫോസ്ഫേറ്റ് ആണ്. അപ്പോൾ അതിൽ നിന്ന് റൈബോസ് 1 ഫോസ്ഫേറ്റ് കളയുമ്പം വെറും ഗ്വാനീന് കിട്ടും. ഇനി ഗ്വാനീനെ സാന്തൈനാക്കിയാൽ മതി. അപ്പം ഗ്വാനീനെ സാന്തൈനാക്കാനുള്ള എൻസൈം ഏതാ? ഗ്വാനീസ്. ഓക്കെ. സോ യൂറിക് ആസിഡ് ഫോം ചെയ്തു. അപ്പോൾ നമ്മൾ പറഞ്ഞു പ്രോഡക്റ്റ് യൂറിക് ആസിഡാണ്. അതാണ് കാറ്റബോളിസം വഴി നമ്മളെ ബോഡിയിൽ വേസ്റ്റ് പ്രോഡക്റ്റായി ഉണ്ടാകുന്നത് യൂറിക് ആസിഡാണ്. ഇത് നമ്മൾ ബോഡിയിൽ നിന്ന് എന്തായാലും എക്സ്ക്രീറ്റ് ചെയ്യുമല്ലോ യൂറിലൂടെ. അപ്പം പ്രോഡക്റ്റ് ഓഫ് പ്യൂരിൻ കാറ്റബോളിസം ഇൻ ഹ്യൂമൻ ബീങ്സ് ഇസ് യൂറിക് ആസിഡാണ്. ന്യൂക്ലിക് ആസിഡിൻ്റെ കാറ്റബോളിസത്തിൽ അല്ലെങ്കിൽ പ്യൂരിൻ്റെ കാറ്റബോളിസത്തിൽ ഉണ്ടാകുന്നത്. പക്ഷേ നമ്മളെന്താ പറയുക, ഹ്യൂമൻ ബീങ്സ് ആർ യൂറിയോട്ടിലിക് എന്ന് വെച്ചാൽ കാറ്റബോളിസത്തിലൂടെ യൂറിയാണ് ഉണ്ടാകുന്നത്. അതാണ് യൂറിയിലൂടെ എക്സ്ക്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ന്യൂക്ലിക് ആസിഡ് വഴി യൂറിക് ആസിഡ് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ടോട്ടൽ എമൗണ്ട് ഓഫ് നൈട്രജൻ എക്സ്ക്രീറ്റഡ് ആസ് യൂറിക് ആസിഡ് ഇസ് വെരി ലിറ്റിൽ. അതുകൊണ്ടാണ് നമ്മൾ ഹ്യൂമൻ ബീങ്സിന് യൂറിക്കോട്ടൈലിക് എന്ന് പറയാത്തത്. കാരണം നമ്മുടെ ബോഡിയിൽ നൈട്രജന് ഏറ്റവും കൂടുതലുള്ളത് അമിനോ ഗ്രൂപ്പായിട്ടാണ്, എന്ന് വെച്ചാൽ ഈ പ്രോട്ടീൻസിലൊക്കെ. സോ മേജർ പോർഷൻ ഓഫ് നൈട്രജൻ ആസ് അമിനോ നൈട്രജൻ ആസ് ഫൈനലി എക്സ്ക്രീറ്റഡ് ആസ് യൂറിയ ഇൻ മാമൽസ്. അതുകൊണ്ടാണ് ഹ്യൂമൻ ബീങ്സ് യൂറിയോട്ടൈലിക് ആയത്. ഇനി നെക്സ്റ്റ് യൂറിക് ആസിഡിനെ കുറിച്ചിട്ട് നമ്മുടെ അപ്പം കാറ്റബോളിസത്തിലൂടെ യൂറിക് ആസിഡ് ഉണ്ടായി. അതായത് എല്ലാ സെല്ലിലും DNA ഉണ്ട്, അതിലൊക്കെ പ്യൂരിൻസ് ഉണ്ട്. അപ്പോൾ ഓരോ സെല്ലും ഡാമേജ് ആക്കുമ്പം അല്ലെങ്കിൽ ഇതൊക്കെ റീജനറേഷൻ്റെ സമയത്ത് അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ എന്താ പറയുക സെൽ ഡെത്തിൻ്റെ സമയത്ത് ഈ പ്യൂരിൻസൊക്കെ കാറ്റബോളിസം എന്ന് പറഞ്ഞിട്ട് യൂറിക് ആസിഡ് ഉണ്ടായിട്ട് ബ്ലഡിലേക്ക് റിലീസ് ചെയ്യും. ഈ ബ്ലഡിൽ നിന്ന് അത് പിന്നെ കിഡ്നി എന്ത് ചെയ്യും, ഫിൽട്ടർ ചെയ്തിട്ട് എക്സ്ക്രീറ്റ് ചെയ്യും. സോ ബ്ലഡിൽ യൂറിക് ആസിഡ് കാണും. അപ്പം നോർമൽ ബ്ലഡ് ലെവൽ ഓഫ് യൂറിക് ആസിഡ് റേഞ്ചസ് ഫ്രം 2 milligram per deciliter to 5 milligram per deciliter in females. ഫീമെയിൽസിൽ 2 milligram per deciliter to 5 milligram per deciliter ആണ്. അടുത്തത് ഇനി മെയിൽസിൽ 3 milligram per deciliter to 7 milligram per deciliter ആണ്. സോ ഫീമെയിൽസിൽ 2 milligram per deciliter to 5 milligram per deciliter,
ഫീമെയിൽസിൽ 2 to 5 മെയിൽസിൽ 3 to 7. അതായത് മെയിൽസിലാണ് കൂടുതൽ ബ്ലഡ് യൂറിക് ആസിഡ് കാണും. ആൻഡ് ദ ഡെയിലി എക്സ്ക്രീഷൻ ഓഫ് യൂറിക് ആസിഡ് വാരീസ് ഫ്രം 500 to 700. എക്സ്ക്രീഷൻ്റെ കേസ് വരുമ്പോൾ 500 to 700 മില്ലിഗ്രാം വരെ നമ്മുടെ യൂറിയിലൂടെ എക്സ്ക്രീറ്റ് ചെയ്യാം. നെക്സ്റ്റ്, അപ്പോൾ നമ്മൾ ഡീഗ്രഡേഷൻ പഠിച്ചു. ഡീഗ്രഡേഷൻ്റെ സ്റ്റെപ്സ് നോക്കി വെക്കുക. ബൈ പ്രോഡക്റ്റായി നമുക്ക് യൂറിക് ആസിഡാണ് കിട്ടുക. ബൈ പ്രോഡക്റ്റായിട്ട് നമുക്ക് യൂറിക് ആസിഡ് കിട്ടി. അത് യൂറിയിലൂടെ അത് ബ്ലഡിലേക്ക് റിലീസ് ചെയ്യും. അപ്പോൾ നോർമൽ ലെവൽ നമ്മൾ പഠിച്ചു. യൂറിയിലൂടെ എക്സ്ക്രീറ്റ് ചെയ്യും. അത് നോർമലി എത്രയാണെന്ന് നോക്കി. അപ്പോൾ ഇനി ഈ മെക്കാനിസത്തിന് അല്ലെങ്കിൽ ഈ മെറ്റബോളിക് പാത്വേക്ക് എന്തെങ്കിലും ഡിസോർഡേഴ്സ് സംഭവിക്കുമ്പോൾ എന്തൊക്കെ ബോഡിയിൽ എന്തൊക്കെ മാനിഫെസ്റ്റേഷൻസ് അല്ലെങ്കിൽ എന്തൊക്കെ ഡിസോർഡേഴ്സ് വരും നോക്കാം. ഡിസോർഡേഴ്സ് ഓഫ് പ്യൂരിൻ മെറ്റബോളിസം. ഫസ്റ്റ്, ഈ പ്യൂരിൻ മെറ്റബോളിസത്തിലെ ഡിസോർഡേഴ്സ്. ഈ പ്യൂരിൻ മെറ്റബോളൈസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? യൂറിക് ആസിഡ് ഉണ്ടാവും. അപ്പം അതിൻ്റെ ഡിസോർഡേഴ്സ് എന്തൊക്കെയാണ്? ഒന്നെങ്കിൽ യൂറിക് ആസിഡ് കൂടുക അല്ലെങ്കിൽ കുറയുക. എന്ന് വെച്ചാൽ ഹൈപ്പർ യൂറീസീമിയ ആവാം, ഹൈപ്പോ യൂറീസീമിയ ആവാം. അപ്പം ഫസ്റ്റ് നമുക്ക് ഹൈപ്പർ യൂറീസീമിയ നോക്കാം. എന്ന് വെച്ചാൽ ഈ ഹൈപ്പോയിലും ഹൈപ്പറിലും ഏറ്റവും മോസ്റ്റ് കോമൺ അബ്നോർമാലിറ്റി എന്താ? ഹൈപ്പർ യൂറീസീമിയ ആണ്. ഹൈപ്പർ യൂറീസീമിയ എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ സെറം യൂറിക് ആസിഡ് 7 mg/dL ഇൻ മെയിൽസിൽ 3 to 7 ആണല്ലോ. അപ്പോൾ ആ 7നെക്കാട്ടും കൂടുതലാവണം, എന്നാലാണ് മെയിൽസിൽ ഹൈപ്പർ യൂറീസീമിയ എന്ന് പറയാം. ഫീമെയിൽസിലാണെങ്കിൽ 6 mg/dL. 6 mg/dL. ഹൈപ്പർ യൂറീസീമിയൻ്റെ വാല്യൂസ് നമ്മൾ നോക്കി. ഇനി അടുത്ത മാനിഫെസ്റ്റേഷൻ എന്ന് വെച്ചാൽ ഈ എന്തുകൊണ്ടാണ് ഈ ബോഡിയിൽ അല്ലെങ്കിൽ ബ്ലഡിൽ യൂറിക് ആസിഡ് കൂടിയെന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെ എന്തൊക്കെ നമുക്ക് ക്ലിനിക്കൽ സിംറ്റംസ് കാണിക്കും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കാണിക്കാനുള്ള കോസ് എന്തൊക്കെയാണ്? മാനിഫെസ്റ്റേഷൻസ് ആർ ഡ്യൂ ടു ലോ സോലുബിലിറ്റി ഓഫ് യൂറിക് ആസിഡ്. മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് യൂറിക് ആസിഡിൻ്റെ എന്ത് പ്രോപ്പർട്ടി കൊണ്ടാണ് നമുക്ക് ബോഡിയിൽ അഡ്വേഴ്സ് റിയാക്ഷൻ അല്ലെങ്കിൽ സിംറ്റം കാണിക്കുന്നത്? അതിൻ്റെ ലോ സോലുബിലിറ്റി ഓഫ് യൂറിക് ആസിഡ് കാരണമാണ്. വെള്ളത്തിൽ അത് സോല്യൂബിലിറ്റി അത് ലെസ് സോല്യൂബിളാണ് കമ്പാരേറ്റീവ്ലി. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടെമ്പറേച്ചറിലുള്ള വ്യത്യാസവും അല്ലെങ്കിൽ യൂറിക് ആസിഡിൻ്റെ കോൺസെൻട്രേഷനിലുള്ള ഡിഫറൻസൊക്കെ വരുമ്പം ഇതെന്ത് ചെയ്യും? ഇതിൻ്റെ സോല്യൂബിലിറ്റിയിൽ ചേഞ്ച് വരും. അപ്പം ഇത് എന്ന് വെച്ചാൽ ബ്ലഡിൽ അങ്ങനെ ബ്ലഡിൽ തന്നെ നിൽക്കണമെങ്കിൽ അല്ലെങ്കിൽ ബ്ലഡിൽ നിന്ന് എക്സ്ക്രീറ്റ് ചെയ്ത് പോകണമെങ്കിൽ ഇത് വാട്ടർ സോല്യൂബിൾ ആയിരിക്കണം. അങ്ങനെ അതിൻ്റെ സോല്യൂബിലിറ്റി അവിടെ നഷ്ടപ്പെടുമ്പം അത് ക്രിസ്റ്റൽസ് ആയിട്ട് ചെന്ന് ഡെപ്പോസിറ്റ് ചെയ്യും ബോഡിയിലെ പല പാർട്സിലും. ഈവൺ ഈ സ്ലൈറ്റ് വേരിയേഷൻ ഇൻ യൂറിക് ആസിഡ് ലെവൽ ഇൻ ദ ബോഡി ഫ്ലൂയിഡ്സ് ക്യാൻ ലീഡ് ടു ദ ഫോർമേഷൻ ഓഫ് യൂറേറ്റ് ക്രിസ്റ്റൽ. അപ്പോൾ ഈ യൂറേറ്റ് ക്രിസ്റ്റൽ അവിടെ എവിടെയായിട്ട് പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് സംഭവിക്കുക? ബോഡിയിൽ പല മാനിഫെസ്റ്റേഷൻസ് വരും. അപ്പം അങ്ങനെ വരുന്ന ഒരു അസുഖമാണ് ഗോട്ട്. What is gout? Gout is gout. Gout is the accumulation of urate crystals in the synovial fluid. സൈനോവിയൽ ഫ്ലൂയിഡ് എവിടെ ഉണ്ടാവുക? ജോയിൻറ്റ്സ്. റിസൾട്ടിങ് ഇൻ ഇൻഫ്ലമേഷൻ ലീഡിങ് ടു അക്യൂട്ട് ആർത്രൈറ്റിസ്. ജോയിൻറ്റ്സിൽ ഇൻഫ്ലമേഷൻ സംഭവിക്കും. ഈ യൂറിക് ക്രിസ്റ്റൽസ് ഒക്കെ ചെന്നിട്ട് സൈനോവിയൽ ഫ്ലൂയിഡ് എന്ന് വെച്ചാൽ ഈ ജോയിൻറ്റ്സിൻ്റെ അവിടെയൊക്കെയുള്ള സൈനോവിയൽ ഫ്ലൂയിഡിൽ ചെന്നിട്ട് ക്രിസ്റ്റൽസ് ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും അല്ലെങ്കിൽ അക്യുമുലേറ്റ് ചെയ്യും.
അപ്പോൾ പുതിയൊരു സാധനം വന്നിട്ട് നമ്മുടെ ബോഡിയിലൊരു പുതിയൊരു സാധനം വന്നിട്ട് അക്യുമുലേറ്റ് ചെയ്യാം. അപ്പം എന്ത് ചെയ്യും, അവിടെ ഇൻഫ്ലമേഷൻ റിയാക്ഷൻ ഉണ്ടാവും. അങ്ങനെ അവിടെ അക്യൂട്ട് ആർത്രൈറ്റിസ് വരും. സോ യൂറിക് ആസിഡ് ഇസ് ഡെപ്പോസിറ്റഡ് ഇൻ കൂളർ ഏരിയാസ്. എന്തുകൊണ്ടാണ് മെയിൻലി ജോയിൻസിലൊക്കെ വരാൻ കാരണം നമ്മൾ പറഞ്ഞു ടെമ്പറേച്ചർ ഡിഫറൻസിൽ അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഡിഫറൻസിലൊക്കെ ഒക്കെ കാരണം ഈ സോല്യൂബിലിറ്റിയിൽ വലിയ ചേഞ്ചസ് വരാം. സോ യൂറിക് ആസിഡ് ഇസ് ഡെപ്പോസിറ്റഡ് ഇൻ കൂളർ ഏരിയാസ് ഓഫ് ദി ബോഡി ടു കോസ് ടോഫി. അതായത് ടെമ്പറേച്ചർ കുറയുമ്പം ഇതിൻ്റെ സോല്യൂബിലിറ്റി കുറയും. ആസ് temperature decreases, solubility decreases. സോ അതുകൊണ്ട് തന്നെ കൂളർ പ്ലേസസിലായ ജോയിൻസിലൊക്കെ ചെന്നിട്ട് ഇത് ഡെപ്പോസിറ്റ് ചെയ്യും. ഡെപ്പോസിറ്റ് ചെയ്യുന്ന എങ്ങനെയാണ്, ടോഫി ഫോർമേഷനിലൂടെയാണ് ഇത് ഡെപ്പോസിറ്റ് ചെയ്യാം. ദസ് ടോഫി ആർ സീൻ ഇൻ ഡിസ്റ്റൽ ജോയിൻസ് ഓഫ് ഫുഡ്. അതുകൊണ്ട് തന്നെ കൂളർ ഏരിയാസിൽ എന്ന് പറഞ്ഞാൽ ഈ ഫുഡിലൊക്കെ ഉള്ള ഡിസ്റ്റൽ ജോയിൻസ് ആണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് ഇത് ടോഫി ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും. സോ ഇൻക്രീസ്ഡ് എക്സ്ക്രീഷൻ ഓഫ് യൂറിക് ആസിഡ് മേ കോസ് ഡെപ്പോസിഷൻ ഓഫ് യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ് in the urinary tract leading to calculi or stone formation with renal damage. ഇനിയിപ്പം ബ്ലഡിൽ യൂറിക് ആസിഡ് കൂടി, അപ്പം അതിനെ എക്സ്ക്രീറ്റ് ചെയ്യാൻ പോവുക ബോഡി, കാരണം എങ്ങനെയെങ്കിലും റിമൂവ് ചെയ്യണമല്ലോ. അപ്പം അങ്ങനെ കൂടുതലായിട്ട് എക്സ്ക്രീറ്റ് ചെയ്യാൻ നോക്കിയാൽ ചിലപ്പോൾ അവിടെയും കോൺസെൻട്രേഷൻ കൂടും. അപ്പോൾ അവിടുത്തെ ട്യൂബ്യൂൾസിലും ഈ യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ് വന്ന് ഡെപ്പോസിറ്റ് ചെയ്യും. അങ്ങനെ അവിടെ ഒബ്സ്ട്രക്ഷൻ ഫോം ചെയ്യും, അല്ലെങ്കിൽ കാൽക്കുലി അല്ലെങ്കിൽ സ്റ്റോൺ ഫോർമേഷൻ സംഭവിച്ചിട്ട് റീനൽ ഡാമേജ് വരെ സംഭവിക്കാം. സോ ഇനി ഗൗട്ട് is of two types, that is primary gout and secondary gout. പ്രൈമറി ഗൗട്ടിൻ്റെ ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ 1:500 ഇൻ ടോട്ടൽ പോപ്പുലേഷനാണ്. അതിന് മോസ്റ്റ് കോമൺ അതിന് പ്രൈമറി കോസിലെ 10% കോസും ഇഡിയോപ്പതിക്, അതായത് റീസൺസ് ആർ നോട്ട് നോൺ യെറ്റ്. സോ ആൻഡ് പ്രൈമറി ഗൗട്ടിൽ നമ്മൾ ഡീറ്റെയിൽ ചെയ്ത് നോക്കുകയാണെങ്കിൽ അതിന് വേരിയസ് ഓഫ് കോസസ് ഉണ്ട്. ഇപ്പം എന്തുകൊണ്ട് ഗൗട്ട് വരുന്നത്, യൂറിക് ആസിഡ് കൂടിയുണ്ട്. അപ്പോൾ യൂറിക് ആസിഡ് കൂടണമെങ്കിൽ എന്ത് വേണം, യൂറിക് ആസിഡ് കൂട്ടണമെങ്കിൽ യൂറിക് ആസിഡ് ഉണ്ടാകുന്നത് എന്താണോ ആ സാധനം കൂടി യൂറിക് ആസിഡ് കൂടുമല്ലോ, അല്ലെങ്കിൽ ആ മെക്കാനിസം കൂടി യൂറിക് ആസിഡ് കൂടുമല്ലോ. അപ്പം നമുക്കറിയാം യൂറിക് ആസിഡ് ഉണ്ടായത് AMP എന്നാണല്ലോ. AMP എന്നാണ്. സോ ഈ യൂറിക് ആസിഡ് ഉണ്ടായത് AMP എന്നാണ്. AMP ഉണ്ടായ ഭാഗത്ത് എന്താ, പ്യൂരിൻ സിന്തസിസ് അല്ലെങ്കിൽ പ്യൂരിൻ സിന്തസിസ് ഭാഗത്ത്. സോ ഇതുണ്ടാവുന്നതിൻ്റെ സബ്സ്ട്രേറ്റ് എന്തൊക്കെയോ, ഗ്ലൂട്ടാമിനും PRPP കൂടെ ഏത് എൻസൈമിൻ്റെ പ്രസൻസിലോ ഫോസ്ഫോറൈബോസിൽ അമിഡോ ട്രാൻസ്ഫറേസ് ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അത് കഴിഞ്ഞിട്ട് കുറേ ഇൻ്റർമീഡിയറ്റിലൂടെ പാസ് ചെയ്തിട്ട് ആണ് നമുക്ക് AMP ഉണ്ടാവുന്നത്. ആ AMP ഡീഗ്രഡേഷൻ സംഭവിക്കുമ്പോഴാണ് യൂറിക് ആസിഡ് ഉണ്ടാവുന്നത്. അപ്പം ഈ പറയുന്ന സബ്സ്ട്രേറ്റോ അല്ലെങ്കിൽ എൻസൈമിൽ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ
ഈ AMP കൂടാം. ആ AMP കൂടിയാൽ യൂറിക് ആസിഡും കൂടാമല്ലോ. സോ ഫസ്റ്റ് ദ അബ്നോർമൽ ഫോസ്ഫോറൈബോസിൽ അമിഡോട്രാൻസ്ഫറേസ് എന്ന് വെച്ചാൽ ഈ ഫസ്റ്റ് സ്റ്റെപ്പിലുള്ള ഈ ഫോസ്ഫോറൈബോസിൽ അമിഡോട്രാൻസ്ഫറേസ് അബ്നോർമൽ എൻസൈമായിട്ട് ഫോം ചെയ്യുക, അല്ലെങ്കിൽ അബ്നോർമൽ formation of this enzyme causes its loss of sensitivity to feedback regulation by inhibitory nucleotides AMP and GMP. അതായത് ഫോസ്ഫോറൈബോസിൽ അമിഡോട്രാൻസ്ഫറേസ് എൻസൈം ഉണ്ടാകുന്ന പാത്വേയിൽ എന്തെങ്കിലും അബ്നോർമാലിറ്റി വന്നു കഴിഞ്ഞാൽ അബ്നോർമലായി ഉണ്ടാകുന്ന ഈ എൻസൈം ആക്റ്റീവ് ആയിരിക്കും. അതായത് അത് AMP പ്രൊഡ്യൂസ് ചെയ്യും. പക്ഷേ ഈ AMPൻ്റെ എമൗണ്ട് കൂടിക്കഴിഞ്ഞാൽ ഒരു ഫീഡ്ബാക്ക് ഇൻഹിബിഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് ഉണ്ട്. കാരണം ഇതിൽ നിന്നുണ്ടാകുന്ന പ്രോഡക്റ്റ് വന്നിട്ട് എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നത്. ആ ഇൻഹിബിഷൻ ഇവിടെ നടക്കില്ല. സോ ഇതിങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. സോ AMPൻ്റെ അളവ് ബോഡിയിൽ കൂടും. അതുകൊണ്ട് ഡീഗ്രഡേഷൻ പ്രോഡക്റ്റായി യൂറിക് ആസിഡും കൂടും. So this would lead to overproduction of purine nucleotides. Then next, abnormal PRPP synthesis. അപ്പം അടുത്തതായിട്ട് ഇതിലുള്ള ഒരു സബ്സ്ട്രേറ്റാണ് PRPP. സോ PRPPൻ്റെ അബ്നോർമലി PRPP ഉണ്ടായിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ PRPP കൂടുതലായിട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ റിയാക്ഷൻ കൂടും. അപ്പം PRPP ഉണ്ടാക്കുന്ന ഒരു എൻസൈമാണ് PRPP synthetase. So the enzyme PRPP synthetase is not subject to normal allosteric control mechanism. അപ്പോൾ അബ്നോർമലായി ഉണ്ടായ PRPP synthetase എൻസൈം അല്ലോസ്റ്ററിക് കൺട്രോൾ മെക്കാനിസം നടത്തൂല. സോ ദിസ് കുഡ് ലീഡ് ടു ഇൻക്രീസ് പ്രൊഡക്ഷൻ ഓഫ് PRPP. ദിസ് ഇസ് എ X-linked and recessive ഡിസീസാണ് എന്ത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഡെഫിഷ്യൻസി ഓഫ് എൻസൈംസ് ഓഫ് സാൽവേജ് പാത്വേ. അപ്പം സാൽവേജ് പാത്വേ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഈ AMP അഡിനിനും ഗ്വാനിനൊക്കെ യൂസ് ചെയ്തിട്ട് AMP ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ സാൽവേജ് പ്രോസസ്സ് എന്ന് പറയുന്നത്. സോ അതിൽ അഡിനിൻ ജസ്റ്റ് സാൽവേജ് പാത്വേ എന്ന് വെച്ചാൽ ഈ അഡിനിൻ PRPPൻ്റെ പ്രസൻസിൽ എന്തുണ്ടാക്കും, AMP ഉണ്ടാക്കും. അതുപോലെ ഗ്വാനിന് PRPPൻ്റെ പ്രസൻസിൽ ഗ്വാനിന് PRPPൻ്റെ കൂടെ ചേർന്നിട്ട് HGPRTase എൻസൈം വെച്ചിട്ട് GMP ഉണ്ടാക്കും. സോ ഇവിടെ സാൽവേജ് പാത്വേയിലെ ഈ എൻസൈംസ്, അതായത് GPRTaseഉം APRTaseഉം ഇപ്പോൾ ഇവിടെയുള്ള എൻസൈംസിനൊക്കെ ഡിഫക്റ്റ് വരിക, അതായത് ഡെഫിഷ്യൻസി ഓഫ് HGPRTase എന്ന് പറയുന്നത് ഹൈപ്പോക്സാൻതൈൻ ഗ്വാനിൻ ഫോസ്ഫോറൈബോസിൽ ട്രാൻസ്ഫറേസ്. അപ്പോൾ അതിൽ എന്തെങ്കിലും ഡെഫിഷ്യൻസി വരുമ്പോൾ ഇറ്റ് മേ റിസൾട്ട് ഇൻ ഇൻക്രീസ്ഡ് അവൈലബിലിറ്റി ഓഫ് PRPP എന്ന് വെച്ചാൽ PRPP യൂസ് ചെയ്യുന്നില്ല അവിടെ, ആ എൻസൈം ഡിഫക്റ്റാണ്. സോ PRPPൻ്റെ അവൈലബിലിറ്റി കൂടും ആൻഡ് ഡിക്രീസ്ഡ് പ്യൂരിൻസിൻ്റെ അളവ് കുറയും. സോ ഫീഡ്ബാക്ക് ഇൻഹിബിഷൻ വിൽ ഗെറ്റ് ലൂസ്ഡ്. സോ വാട്ട് ഹാപ്പൻ, more purine nucleotides are formed. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റേസ് ഡെഫിഷ്യൻസി ആണ്. സോ ഈ ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റേസ് ഡെഫിഷ്യൻസി ഉള്ള ഒരു കണ്ടീഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, വോൺജിക്സ് ഡിസീസ്.
അതായത് ഗ്ലൈക്കോജൻ സ്റ്റോറേജ് ഡിസീസ് ടൈപ്പ് 1. സോ ഈ വോൺജിക്സ് ഡിസീസിൽ ഈ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റേസ് ഡെഫിഷ്യൻസിയാണ് ഉണ്ടാകുന്നത്. സോ ഈ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റിനെ ഗ്ലൂക്കോസായി മാറ്റാൻ വേണ്ടി പറ്റുന്നില്ല. സോ മോർ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ഇസ് കണക്റ്റഡ് ടു പെൻഡോസ് ഫോസ്ഫേറ്റ് ഷണ്ട് പാത്വേ. സോ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റിനെ ഗ്ലൂക്കോസായി മാറാൻ പറ്റാതെ ഇത് അക്യുമുലേറ്റ് ചെയ്യും. അപ്പം ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് HMP ഷണ്ട് പാത്വേയിലേക്ക് പോയിട്ട് റിസൾട്ടിങ് ഇൻ ഇൻക്രീസ്ഡ് അവൈലബിലിറ്റി ഓഫ് റൈബോസ് 5 ഫോസ്ഫേറ്റ്. സോ റൈബോസ് 5 ഫോസ്ഫേറ്റ് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. ദിസ് വുഡ് ലീഡ് ടു ഇൻക്രീസ്ഡ് പ്രൊഡക്ഷൻ ഓഫ് PRPP. സോ PRPPൻ്റെ എമൗണ്ട് കൂടും. അതുവഴി AMPൻ്റെ പ്യൂരിൻ ന്യൂക്ലിയോടൈഡ്സ് കൂടുതലായി പ്രൊഡ്യൂസ് ചെയ്യും. സോ ഡീഗ്രഡേഷൻസ് നടക്കുമ്പം യൂറിക് ആസിഡും കൂടുതലായി ഫോം ചെയ്യും. നെക്സ്റ്റ് ഗ്ലൂട്ടാത്തയോൺ റിഡക്റ്റേസ് വേരിയൻറ്റ് എന്ന് വെച്ചാൽ ഗ്ലൂട്ടാത്തയോൺ 2 ഫോംസിൽ കാണും. ഓക്സിഡൈസ്ഡ് ഫോമിലും റെഡ്യൂസ്ഡ് ഫോമിലും. സോ ഓക്സിഡൈസ്ഡ് ഫോം റെഡ്യൂസ്ഡ് ഫോം ആക്കണമെങ്കിൽ നമുക്ക് NADPH യൂസ് ചെയ്യണം വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഗ്ലൂട്ടാത്തയോൺ റിഡക്റ്റേസ് എൻസൈം. സോ ഗ്ലൂട്ടാത്തയോൺ റിഡക്റ്റേസ് ഓക്സിഡൈസ്ഡ് ആയ ഗ്ലൂട്ടാത്തയോണിനെ റെഡ്യൂസ്ഡ് ആയ ഗ്ലൂട്ടാത്തയോൺ ആക്കും. അപ്പം NADPH അവിടെ യൂട്ടിലൈസ് ചെയ്യും. സോ NADPH ആസ് ജനറേറ്റഡ് ബൈ പെൻഡോസ് ഫോസ്ഫേറ്റ് പാത്വേ. ഈ NADPH എവിടെ നിന്ന് കിട്ടാം? പെൻഡോസ് ഫോസ്ഫേറ്റ് പാത്വേ എന്നാണ്. അപ്പം ഈ ഗ്ലൂട്ടാത്തയോൺ റിഡക്റ്റേസിലുണ്ടാകുന്ന അബ്നോർമാലിറ്റി വിൽ ലീഡ് ടു ഇൻക്രീസ്ഡ് പ്രൊഡക്ഷൻ ഓഫ് റൈബോസ് 5 ഫോസ്ഫേറ്റ് ആൻഡ് ദ ഇൻക്രീസ് ലെവൽ ഓഫ് PRPP. ഈ റൈബോസ് 5 ഫോസ്ഫേറ്റിൻ്റെ മെറ്റബോൾസ് HMP ഷണ്ട് പാത്വേയിലൂടെയാണ് NADPH ഉണ്ടാക്കുന്നത്. ആ NADPH ആണ് ഗ്ലൂട്ടാത്തയോൺ റിഡക്റ്റേസ് യൂസ് ചെയ്യുന്നത്. സോ ഗ്ലൂട്ടാത്തയോൺ റിഡക്റ്റേസിന് എന്തെങ്കിലും അബ്നോർമാലിറ്റി ഉണ്ടായിട്ട് അത് എക്സസീവ് NADPHൻ്റെ യൂട്ടിലൈസേഷനിൽ എന്തെങ്കിലും ഡിഫക്റ്റ് വരികയാണെങ്കിൽ അത് റൈബോസ് 5 ഫോസ്ഫേറ്റിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടും. അങ്ങനെ റൈബോസ് 5 ഫോസ്ഫേറ്റിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടുമ്പം അത് PRPPൻ്റെ ലെവൽ കൂട്ടും. സോ ദ ഡിസ്റെഗുലേഷൻ ഓഫ് ദി റേറ്റ് ലിമിറ്റിംഗ് സ്റ്റെപ്പ് ഓഫ് ദി പ്യൂരിൻ ന്യൂക്ലിയോടൈഡ് സിന്തസിസ് ലീഡ് ടു ഇൻക്രീസ്ഡ് സിന്തസിസ് ആൻഡ് ഡിഗ്രഡേഷൻ ഓഫ് യൂറിക് ആസിഡ്. അതുപോലെ തന്നെ ഈ പ്യൂരിൻ ന്യൂക്ലിയോടൈഡ് സിന്തസിസിൽ റേറ്റ് ലിമിറ്റിംഗ് എൻസൈം ഉണ്ട്. അതിൻ്റെ ഡിസ്റെഗുലേഷനിലൂടെയും നമുക്ക് ഈ പ്യൂരിൻ ന്യൂക്ലിയോടൈഡ്സ് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കാനും ഡിഗ്രഡേഷൻ ഓഫ് യൂറിക് ആസിഡ് സംഭവിക്കാനും ഒക്കെ ചാൻസ് ഉണ്ട്. സോ these are the methods through which primary gout is formed. Next is secondary hyperuricemia or secondary gout. So increased production of uric acid ഫോം ചെയ്യുന്നത് അതാണല്ലോ ഹൈപ്പർയൂറീസിമിയ. അത് ഫോം ചെയ്യുന്ന കുറച്ച് കോസസ് ഉണ്ട്. സോ ഐ മീൻ സെക്കൻഡറി ഹൈപ്പർയൂറീസിമിയ ഉണ്ടാകുന്നത് ഇൻക്രീസ് പ്രൊഡക്ഷൻ ഓഫ് യൂറിക് ആസിഡ് കൊണ്ടാണ്. ഇൻക്രീസ് പ്രൊഡക്ഷൻ മേ ബി ഡ്യൂ ടു എൻഹാൻസ്ഡ് ടേൺ ഓവർ റേറ്റ് ഓഫ് ന്യൂക്ലിക് ആസിഡ്സ്. സോ ഈ യൂറിക് ആസിഡിൻ്റെ പ്രൊഡക്ഷൻ കൂടണമെങ്കിൽ ആ ഒരു ന്യൂക്ലിക് ആസിഡുള്ള പ്യൂരിൻ ന്യൂക്ലിയോടൈഡ്സിൻ്റെ ടേൺ ഓവർ റേറ്റ് കൂടുന്നത് കൊണ്ടാണ് കൂടുതൽ യൂറിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെ ടേൺ ഓവർ റേറ്റ് കൂടുന്നത് ഏതൊക്കെ കണ്ടീഷനിലാണ്? റാപ്പിഡ്ലി ഗ്രോയിങ് മാലിഗ്നൻറ്റ് ടിഷ്യൂസ് എന്ന് വെച്ചാൽ ലുക്കീമിയ, ലിംഫോമാസ്,
പോളിസൈത്തീമിയ ഈ കേസസിലൊക്കെ മാലിഗ്നൻറ്റ് ടിഷ്യൂസ് കുറേ ഗ്രോ ചെയ്യും. അപ്പോൾ ആ സമയത്ത് ടേൺ ഓവർ ഓഫ് ന്യൂക്ലിക് ആസിഡ് കൂടുതലായിരിക്കും. അങ്ങനെ കൂടുതൽ യൂറിക് ആസിഡ് പ്രൊഡക്ഷൻ സംഭവിക്കും. ദെൻ ഇൻക്രീസ്ഡ് ടിഷ്യൂ ബ്രേക്ക് ഡൗൺ ആഫ്റ്റർ ട്രീറ്റ്മെൻറ്റ് ഓഫ് ലാർജ് മാലിഗ്നൻറ്റ് ട്യൂമേഴ്സ്. ലാർജ് മാലിഗ്നൻറ്റ് ട്യൂമേഴ്സിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ കീമോതെറാപ്പി ഒക്കെ കൊടുക്കുമ്പോൾ ഇത് കൂടുതലായിട്ടും ടിഷ്യൂ ഡാമേജ് കോസ് ചെയ്യും. അപ്പം ഈ DNA ഒക്കെ ബ്രേക്ക് ഡൗൺ ചെയ്യും, പ്യൂരിൻസൊക്കെ ഡീഗ്രേഡ് ചെയ്യും, അങ്ങനെ യൂറിക് ആസിഡിൻ്റെ എമൗണ്ട് കൂടും. പിന്നെ ഇൻക്രീസ് ടിഷ്യൂ ഡാമേജ് ഡ്യൂ ടു ട്രോമ ആൻഡ് റേസ്ഡ് റേറ്റ് ഓഫ് കാറ്റബോളിസം ആസ് ഇൻ സ്റ്റാർവേഷൻ. എന്തെങ്കിലുമൊക്കെ ട്രോമേൻ്റെ സമയത്ത് നമുക്ക് ടിഷ്യൂ ഡാമേജ് കൂടും. അങ്ങനെ കുറേ DNA ഡീഗ്രഡേഷൻ സംഭവിച്ചിട്ട് യൂറിക് ആസിഡ് ഉണ്ടാവും. പിന്നെ സ്റ്റാർവേഷൻ്റെ സമയത്ത് കാറ്റബോളിസം നടക്കും. എന്ന് വെച്ചാൽ ബോഡിയിൽ ഓൾറെഡി സ്റ്റോർഡ് ആയിട്ടുള്ള ന്യൂട്രിയൻസ് തീർന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സെൽ കോൺസ്റ്റുവൻസിൻ്റെ കാറ്റബോളിസം സംഭവിക്കും. ആ സമയത്തും ലാർജ് ടേൺ ഓവർ ഉണ്ടാവും. ദെൻ അടുത്തതെന്ന് പറഞ്ഞാൽ റെഡ്യൂസ്ഡ് എക്സ്ക്രീഷൻ റേറ്റാണ്. അപ്പം കൂടുതലായിട്ട് യൂറിക് ആസിഡ് ഉണ്ടാവുക, ഒബ്വിയസ്ലി ഇറ്റ് ഈസ് ഹൈപ്പോയൂറീസിമിയ. പിന്നെ ഉണ്ടായ യൂറിക് ആസിഡ് എക്സ്ക്രീറ്റ് ചെയ്യാതെ വരിക, അതായത് റെഡ്യൂസ്ഡ് എക്സ്ക്രീഷൻ റേറ്റ്. അത് വരുന്ന കേസസ് ആണ് റീനൽ ഫെയിലർ. ദെൻ ട്രീറ്റ്മെൻറ്റ് വിത്ത് തയാസൈഡ് diuretics which inhibit tubular secretion of uric acid. Then lactic acidosis and ketoacidosis due to interference with the tubular secretion. അപ്പോൾ ഈ കേസസിലൊക്കെ എക്സ്ക്രീഷൻ ഓഫ് യൂറിക് ആസിഡ് കുറവായിരിക്കും. അപ്പോൾ ഈ രണ്ട് കോസസും ഹൈപ്പർ യൂറീസീമിയ കോസ് ചെയ്യും, സെക്കൻഡറി ഹൈപ്പർ യൂറീസീമിയ. ദെൻ അപ്പം നമ്മുടെ ബ്ലഡിൽ യൂറിക് ആസിഡ് കൂടി. അപ്പോൾ ഇതിനെ ഇനി ക്രിസ്റ്റൽ ഡെപ്പോസിഷനെ എഫക്റ്റ് ചെയ്യുന്ന ചില ഫാക്ടേഴ്സ് ഉണ്ട്. എന്ന് വെച്ചാൽ ലോ pH ആൻഡ് ലോ ടെമ്പറേച്ചർ അറ്റ് നൈറ്റിൽ ആയിരിക്കും കൂടുതൽ ഗൗട്ടിൻ്റെയൊക്കെ മാനിഫെസ്റ്റേഷൻ, പെയിനൊക്കെ വരിക. കാരണം ആ സമയത്ത് കൂടുതലായിട്ട് ക്രിസ്റ്റൽ അക്യുമുലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ നൈറ്റിൽ കൂടുതലായിട്ട് അക്യുമുലേറ്റ് ചെയ്യുന്നത്? Because low pH and low temperature at night. Then next is the lack of joint activity during sleep. So നൈറ്റിൽ രാത്രി ഉറങ്ങുന്ന സമയത്ത് നോർമലി ലോ pH ആയിരിക്കും, പിന്നെ അവിടെ ടെമ്പറേച്ചർ കുറവായിരിക്കും, പിന്നെ ഈ ജോയിൻ്റ് ആക്ടിവിറ്റി ഒക്കെ കുറയും. അപ്പോൾ അവിടെ ക്രിസ്റ്റൽ ഡെപ്പോസിഷൻ കൂടും. അങ്ങനെ മാനിഫെസ്റ്റേഷൻ പെയിന് സ്വെല്ലിംഗ് ഒക്കെ വരും. സോ അടുത്തത് ഗൗട്ടി അറ്റാക്സ് എങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഗൗട്ടി അറ്റാക്സ് മേ ബി പ്രസിപ്പിറ്റേറ്റഡ് ബൈ ഹൈ പ്യൂരിൻ ഡയറ്റ് ആൻഡ് ഇൻക്രീസ് ഇൻടേക്ക് ഓഫ് ആൽക്കഹോൾ. അപ്പം നോർമലി ഒരു ഹെവി ഡ്രിങ്കിങ് ബിഹേവിയർ ഉള്ള ആൾക്ക് ഈ ഗൗട്ടി അറ്റാക്സ് വരാൻ ചാൻസ് ഉണ്ട്. ദെൻ ഹൈ പ്യൂരിൻ ഡയറ്റ് എടുക്കുന്ന ആളുകൾക്കും ഗൗട്ടി അറ്റാക്സ് വരാം. അപ്പോൾ ഈ ഹൈ പ്യൂരിൻ ഡയറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഈ മീറ്റിലൊക്കെ ഹൈ പ്യൂരിൻ കണ്ടൻറ്റ് ഉള്ളതാണ്. സോ കൂടുതലായിട്ട് ഈ മീറ്റൊക്കെ കൺസ്യൂം ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഗൗട്ടൊക്കെ പെട്ടെന്ന് വരാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് ദ ടിപ്പിക്കൽ ഗൗട്ടി ആർത്രൈറ്റിസ് എഫക്റ്റ് ദ ഫസ്റ്റ് മെറ്റാടാർസോഫാലഞ്ചിയൽ. ടിപ്പിക്കലായിട്ട് നമ്മൾ കണ്ടുവരുന്നത് ഫസ്റ്റ് മെറ്റാടാർസോഫാലഞ്ചിയൽ ജോയിൻറ്റിലാണ് ഈ ഗൗട്ടി ആർത്രൈറ്റിസ്, ഈ സ്വെല്ലിങ്, ഈ ഇൻഫ്ലമേഷൻ, പെയിനൊക്കെ വരുന്നത്. ആദ്യത്തെ ഈ ഒരു നമ്മുടെ ബിഗ് ടോ പറയില്ല, ബിഗ് ടോൻ്റെ ആ ജോയിൻറ്റിലാണ് നമ്മൾ നോർമലി ടിപ്പിക്കലി കണ്ടുവരുന്നത് ഈ ഗൗട്ടി ആർത്രൈറ്റിസ്. ബട്ട് അതർ ജോയിൻറ്റ്സ് ആർ ഓൾസോ എഫക്റ്റഡ്. ദെൻ ദി ജോയിൻറ്റ്സ് ആർ എക്സ്ട്രീംലി പെയിൻഫുൾ. Synovial fluid will show birefringent urate crystals.
ഈ ക്രിസ്റ്റൽസ്, ഈ സൈനോവിൽ ഫ്ലൂയിഡിൽ ക്രിസ്റ്റൽ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോഴാണല്ലോ ഈ ആർത്രൈറ്റിസ്, ഗോട്ടി ആർത്രൈറ്റിസ് വരിക. അപ്പോൾ ഈ സമയത്ത് സൈനോവിൽ ഫ്ലൂയിഡ് ബയർഫ്രിഞ്ചൻ്റ് യൂറേറ്റ് ക്രിസ്റ്റൽ കാണിക്കും. പിന്നെ അതുകൊണ്ട് തന്നെ ഈ ജോയിൻറ്റിൻ്റെ മൂവ്മെൻറ്റ്സ് ഇതിനെ എഫക്റ്റ് ചെയ്യും. അങ്ങനെ ഈ ജോയിൻറ്റ്സ് ഒന്ന് ജസ്റ്റ് മൂവ് ചെയ്യാൻ ഇതാക്കുമ്പോഴേക്കും ഭയങ്കരമായിട്ട്, അല്ലെങ്കിൽ ജോയിൻറ്റ്സിനൊക്കെ അക്യുമുലേഷൻ കാരണം അക്യുമുലേഷൻ കാരണം ഉണ്ടാകുന്ന ഇൻഫ്ലമേഷനൊക്കെ കാരണം ഭയങ്കര എക്സ്ട്രീംലി പെയിൻഫുൾ ആയിരിക്കും ജോയിൻറ്റ്സ്. പിന്നെ അറ്റാക്സ് ടിപ്പിക്കലി ലാസ്റ്റ് ഫോർ 3 to 10 days ആൻഡ് ദ ടോട്ടൽ യൂറേറ്റ് പൂൾ നോർമൽ 1200 milligram നമ്മുടെ ബോഡിയിലുണ്ടെങ്കിൽ, ടോട്ടൽ ഉണ്ടെങ്കിൽ അത് ഒരു 3000 milligram വരെ ഈ ഗൗട്ടി പേഷ്യൻസിൽ കൂടും. ബട്ട് വിത്തൗട്ട് ടോഫി എന്ന് വെച്ചാൽ ഈ അക്യുമുലേഷൻ, ഈ ടോഫി ഫോർമേഷൻ ഇല്ലാതെ തന്നെ, അതായത് ഫസ്റ്റ് സ്റ്റേജസിലൊക്കെ ഈ ഒരു നോർമലി ഒരു 1200 വരേണ്ട ഒരു ടോട്ടൽ യൂറേറ്റ് എമൗണ്ട് ഡയറക്റ്റ്ലി ഒരു 3000 milligram വരെയൊക്കെ പോവാം. പിന്നെ ഇനിയിപ്പോൾ ടോഫി പ്രസൻ്റ് ആയിട്ടുള്ള ഒരു പേഷ്യൻറ്റിൽ അത് 30,000 milligram വരെ ഇൻക്രീസ് ചെയ്യാം. ദെൻ ഇൻ ക്രോണിക് ഗൗട്ട് ദ ഡെപ്പോസിഷൻ ഓഫ് യൂറേറ്റ് ക്രിസ്റ്റൽ ഇൻ റീനൽ മെഡുല്ല ഒക്കേഴ്സ് വിച്ച് പ്രോഗ്രസസ് ടു യൂറോലിത്യാസിസ് ആൻഡ് റീനൽ ഡാമേജ്. ആൻഡ് ക്രോണിക് ഗൗട്ട് എന്ന് പറയുമ്പം അത്രയ്ക്കും യൂറിക് ആസിഡ് എമൗണ്ട് ബോഡിയിൽ ഹൈ ആയിരിക്കുന്ന സമയത്ത്, ആ സമയത്ത് ഈ യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ് ഒക്കെ ചെന്നിട്ട് റീനൽ മെഡുലയിൽ ഡെപ്പോസിറ്റ് ചെയ്യും. അങ്ങനെ ഇറ്റ് വിൽ പ്രോഗ്രസ് ടു യൂറോലിത്യാസിസ് ആൻഡ് റീനൽ ഡാമേജ്. സോ മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ എഫക്റ്റ് ഓഫ് ഗോട്ടാണ് നമ്മൾ നോക്കിയതിനടുത്ത്. ജസ്റ്റ് ഒരു ട്രീറ്റ്മെൻറ്റ് പോളിസി ഇൻ ഗൗട്ട്. ഫസ്റ്റ് എന്താ, ഡയറ്ററി ഇൻടേക്ക് കുറയ്ക്കാം. പ്യൂരിൻ, ഹൈ കണ്ടൻറ്റ് പ്യൂരിനുള്ള ഡയറ്റ്സൊക്കെ നമുക്ക് പരമാവധി കുറയ്ക്കാം. സോ റെഡ്യൂസ് ഡയറ്ററി പ്യൂരിൻ ഇൻടേക്ക് ആൻഡ് റെസ്ട്രിക്റ്റ് ആൽക്കഹോൾ. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് റീനൽ എക്സ്ക്രീറ്റ് ഓഫ് യൂറേറ്റ് ബൈ യൂറിക്കോസൂറിക് ഡ്രഗ്സ്. യൂറിക്കോസൂറിക് എന്ന് പറഞ്ഞാൽ എക്സ്ക്രീഷൻ ഓഫ് യൂറിക് ആസിഡ് ത്രൂ or in the urine. Excretion of uric acid in the urine is called uricosuric. So increased renal excretion of urine by uricosuric drugs which decrease the reabsorption of uric acid from kidney tubules. അതിനൊരു എക്സാമ്പിളാണ് പ്രൊബനിസിഡ്. പ്രൊബനിസിഡ് എന്ന് പറയുന്ന ഡ്രഗൊക്കെ എക്സ്ക്രീഷന്, യൂറിക് ആസിഡിൻ്റെ എക്സ്ക്രീഷനെ പ്രൊമോട്ട് ചെയ്യുന്ന ഡ്രഗാണ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ റെഡ്യൂസ് യൂറേറ്റ് പ്രൊഡക്ഷൻ ബൈ അല്ലോപ്യൂരിനോൾ. ഈ അല്ലോപ്യൂരിനോൾ എന്ന് പറഞ്ഞാൽ ഹൈപ്പോക്സാന്തൈൻ്റെ ഒരു അനലോഗാണ്. അപ്പം നമ്മൾ ഡീഗ്രഡേഷൻ സ്റ്റെപ്പിൽ പഠിച്ചു, ഹൈപ്പോക്സാന്തൈൻ ഫോം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് 2 ഓക്സിഡേഷൻ സ്റ്റെപ്പാണ് വിത്ത് എൻസൈം സാന്തൈൻ ഓക്സിഡേസ്. സോ ഹൈപ്പോക്സാന്തൈന് പകരമുള്ള ഒരാൾ അല്ലോപ്യൂരിനോളിൻ്റെ പ്രസൻറ്റ് ഉണ്ടെങ്കിൽ ഈ സാന്തൈൻ ഓക്സിഡേസിൽ ഈ അല്ലോപ്യൂരിനോൾ കോമ്പറ്റീറ്റീവ്ലി ചെന്നിട്ട് ബൈൻഡ് ചെയ്യും. അതായത് സെയിം ഹൈപ്പോക്സാന്തൈൻ്റെ അനലോഗ് ആയതുകൊണ്ട് ഇതെന്ത് ചെയ്യും, കോമ്പീറ്റ് വിത്ത് ഹൈപ്പോക്സാന്തൈൻ ടു ബൈൻഡ് വിത്ത് സാന്തൈൻ ഓക്സിഡേസ്. അങ്ങനെ ഇത് ചെന്നിട്ട് സാന്തൈൻ ഓക്സിഡേസുമായിട്ട് ബൈൻഡ് ചെയ്യും. അപ്പം എന്ത് ചെയ്യും, ഹൈപ്പോക്സാന്തൈനിന് ഫർദർ ഓക്സിഡേഷൻ സംഭവിക്കില്ല, യൂറിക് ആസിഡ് ഫോം ചെയ്യില്ല. അടുത്ത NSAIDs ആൻഡ് കോളിസിസിൻ. ഈ NSAIDസും കോളിസിസിനും ഒക്കെ പറയുന്ന ആൻറ്റി ഇൻഫ്ലമേറ്ററി ഏജൻറ്റ്സ് ആർ വെരി യൂസ്ഫുൾ ടു അറസ്റ്റ് ആർത്രൈറ്റിസ് ഇൻ ഗൗട്ട്. നെക്സ്റ്റ് ഈസ് യൂറിക്കേസ്. Uricase, it is an enzyme which can convert uric acid to more soluble allantoin which is easily excretable. So പേഷ്യൻറ്റിന് യൂറിക് ആസിഡ് കൊടുക്കുക, ആൻറ്റി ഇൻഫ്ലമേറ്ററി ഏജൻസ് ആയ NSAIDs, കോളിസിസിൻ കൊടുക്കുക. പിന്നെ അല്ലോപ്യൂരിനോൾ കൊടുക്കുക which is an analog of hypoxanthine and it competitively inhibit xanthine oxidase enzyme. Then പ്രൊബനിസിഡ് കൊടുക്കാം. പ്രൊബനിസിഡ് യൂറിക്കോസൂറിക് ഡ്രഗാണ്. നെക്സ്റ്റ്
ഡയറ്ററി പ്യൂരിൻ ഇൻടേക്ക് കുറയ്ക്കുക, ആൽക്കഹോൾ റെസ്ട്രിക്റ്റ് ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ ഹൈപ്പോ യൂറീസീമിയ നോക്കി. ഇനി ഹൈപ്പോ യൂറീസീമിയയിൽ വരുന്ന 2 കേസസാണ് അഡിനോസിൻ ഡിഅമിനേസ് ഡെഫിഷ്യൻസിയും സാന്തൈൻ ഓക്സിഡേസ് ഡെഫിഷ്യൻസിയും. സോ അഡിനോസിൻ ഡിഅമിനേസ് ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് സിവിയർ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി where both T and B cells are deficient and therefore referred to as subacute combined immunodeficiency. SCID എന്ന് പറയും. സബ്അക്യൂട്ട് കമ്പൈൻഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസിയിൽ വരുന്ന കോസ് എന്ന് പറയുന്നത് ഈ അഡിനോസിൻ ഡിഅമിനേസ് എൻസൈമിൻ്റെ ഡെഫിഷ്യൻസിയാണ്. സോ ഇറ്റ് ഈസ് ആൻ ഇൻഹെറിറ്റൻറ്റ് ഓട്ടോസോമൽ റിസസീവ് ഡിസീസ്. ഈ ADA എന്ന് പറയുന്ന എൻസൈം ADA ഡെഫിഷ്യൻസി ലീഡ്സ് ടു അക്യുമുലേഷൻ ഓഫ് അഡിനോസിൻ ആൻഡ് ഡിയോക്സി അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. ഈ അഡിനോസിൻ ഡിഅമിനേസ് എവിടെ നമ്മൾ കണ്ടത്? നമ്മൾ ഡീഗ്രഡേഷൻ പാത്വേയിൽ പറഞ്ഞില്ലേ, അഡിനോസിനാണ് വരുന്നെങ്കിൽ എങ്ങനെ ആ പാത്വേയിലേക്ക് കയറുന്നു? ഈ അഡിനോസിൻ ഡിഅമിനേസ് വഴി അയനോസിനാവും. അതാണ് പിന്നെ ഹൈപ്പോക്സാൻറ്റൈനും സാന്തൈനായിട്ട് യൂറിക് ആസിഡായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. സോ ഈ ഒരു എൻസൈം ഡെഫിഷ്യൻ്റ് ആണെങ്കിൽ അയനോസിനായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല, ഫർദർ റിയാക്ഷൻ നടക്കില്ല, അങ്ങനെ യൂറിക് ആസിഡ് ഫോർമേഷൻ സംഭവിക്കില്ല. സോ adenosine deaminase deficiency lead to accumulation of adenosine and deoxyadenosine triphosphate. This would inhibit further production of precursors for DNA synthesis, especially deoxy-CTP. That is, ഇപ്പം അയനോസിനാക്കുന്ന ആണ് ADA. അപ്പോൾ ADA ഡെഫിഷ്യൻ്റ് ആണ്. സോ അഡിനോസിൻ അളവ് കൂടും. അഡിനോസിൻ കൂടുമ്പോൾ എന്ത് ചെയ്യും? അഡിനോസിൻ മോണോഫോസ്ഫേറ്റും അഡിനോസിൻ ഡൈഫോസ്ഫേറ്റും അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റും അങ്ങനെ ഫോം ചെയ്യും. സോ ഡിയോക്സി അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് ഒക്കെ ഫോം ചെയ്യുമ്പോൾ ഇത് പിരമിഡിൻ സിന്തസിസിനെ ഇൻഹിബിറ്റ് ചെയ്യും. അതായത് ഡിയോക്സി സൈറ്റോസിൻ ട്രൈഫോസ്ഫേറ്റിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള പ്രിക്കേഴ്സേഴ്സിൻ്റെ സിന്തസിസ് ഇൻഹിബിറ്റ് ചെയ്യും. സോ ഡിയോക്സി അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് കൂടും. അതുവഴി അത് എന്തിനെ ഇൻഹിബിറ്റ് ചെയ്യും? DCTP ഉണ്ടാക്കുന്ന പ്രിക്കേഴ്സേഴ്സിനെ ഇൻഹിബിറ്റ് ചെയ്യും. അതുകൊണ്ട് പിരമിഡിൻ ഉണ്ടാവില്ല. സോ നമുക്ക് പിരമിഡിൻ സിന്തസിസ് നടക്കില്ല, അങ്ങനെ ന്യൂക്ലിക് ആസിഡ് സിന്തസിസ് നടക്കാതെയാവും. സോ ഇത് എന്തുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞു, ഇതൊരു സബ്അക്യൂട്ട് കമ്പൈൻഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി എന്നാണ് പറയുന്നത്. അതായത് ഇവിടെ T സെൽസും both T cells and B cells are deficient. Why? കാരണം ലിംഫോസൈറ്റിൽ ഈ Tയിലും Bയിലൊക്കെയാണ്, T ലിംഫോസൈറ്റിലും B ലിംഫോസൈറ്റിലാണ് യൂഷ്വലി ഈ ഹൈ ലെവൽ ഓഫ് ADA പ്രസൻ്റ് ആയിട്ടുള്ളത്. സോ therefore ADA deficiency is mainly manifested as reduced lymphocytes. So this leads to impaired cellular and humoral immunity. So hypouricemia in this case is due to defective breakdown of purine nucleotide. So ഇവിടെ എന്താ ഈ കേസിൽ ന്യൂക്ലിയോടൈഡ്സ് ഉണ്ടാവുന്നില്ല, അല്ലെങ്കിൽ ന്യൂക്ലിക് ആസിഡ് ഉണ്ടാവുന്നില്ല, അതുകൊണ്ട് തന്നെ യൂറിക് ആസിഡ് ഉണ്ടാവുന്നില്ല. എന്നുവെച്ചാൽ പ്യൂരിൻ ന്യൂക്ലിയോടൈഡ്സ് അഡിനോസിനൊക്കെ നമുക്ക് അയനോസിനാക്കി മാറ്റാൻ പറ്റുന്നില്ല. സോ ഈ പ്യൂരിൻ ന്യൂക്ലിയോടൈഡ്സിൻ്റെ ബ്രേക്ക് ഡൗൺ ഇവിടെ സംഭവിക്കുന്നില്ല. സോ യൂറിക് ആസിഡ് ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് ഇവിടെ സ്കിഡിൽ ഹൈപ്പോയൂറീസീമിയ ഉണ്ടാവും. പിന്നെ ഇത് മെയിൻലി ലിംഫോസൈറ്റ്സിൽ കാണുന്നതുകൊണ്ട് ലിംഫോസൈറ്റിൽ DNA സിന്തസിസ് ഇതിനെ ഇൻഹിബിറ്റ് ചെയ്യും. സോ റെഡ്യൂസ്ഡ് നമ്പർ ഓഫ് ലിംഫോസൈറ്റ് സംഭവിക്കും. അങ്ങനെ
സെല്ലുലാർ ആൻഡ് ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി കുറയും. അതുകൊണ്ടാണ് ഇതിനെ സബ് അക്യൂട്ട് കമ്പൈൻഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് സാന്തൈൻ ഓക്സിഡേസ് ഡെഫിഷ്യൻസി. ഈ കേസിൽ സാന്തൈൻ ഓക്സിഡേസ് ഡെഫിഷ്യൻസി ഈസ് എ ജനറ്റിക് ഡിഫക്റ്റ്. ഇറ്റ് ഈസ് characteristic feature of this santhine oxidase deficiency are hypouricemia, increased excretion of hypoxanthine and xanthine and liver damage. അപ്പം ഹൈപ്പോയൂറീസീമിയ ഉണ്ടാവും, സാന്തൈനും ഹൈപ്പോക്സാന്തൈൻ്റെ എക്സ്ക്രീഷൻ കൂടുതലായിരിക്കും, ലിവർ ഡാമേജ് ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് സാന്തൈൻ ഓക്സിഡേസ് ഡെഫിഷ്യൻസിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ. ദെൻ ഇതൊരു ജനറ്റിക് ഡിഫക്റ്റാണ്. സോ നമ്മൾ ഹൈപ്പോയൂറേസീമിയ പഠിച്ചു, ഹൈപ്പോയൂറേസീമിയ പഠിച്ചു. സോ ഇതാണ് മെയിൻലി ഈ ഒരു ടോപ്പിക്കിലുള്ളത്. ഫസ്റ്റ് ഡീഗ്രഡേഷൻ, പിന്നെ അതിൻ്റെ അബ്നോർമാലിറ്റി. അതിൽ വരുന്നതാണ് ഗൗട്ടിൽ പ്രൈമറി സെക്കൻഡറി, ദെൻ ഹൈപ്പോയൂറേസീമിയ കേസസ്, ഹൈപ്പോയൂറേസീമിയ കേസസ്. സോ ഇതാണ് ഈ ടോപ്പിക്കിലുള്ളത്. സോ താങ്ക് യു.